കോതമംഗലം മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി അരുണാചൽ പ്രദേശ് സ്വദേശി മിർച്ചി മാർപ്പുവിന്റെ മരണത്തിൽ മാനേജ്മെന്റിനെതിരെ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ സമരം വിജയിച്ചു. വിദ്യാർത്ഥികൾ ഉന്നയിച്ച 12 വിഷയങ്ങൾ അന്വേഷിക്കാൻ ആഭ്യന്തര സമിതിയെ നിയോഗിച്ചു. അന്വേഷണം കഴിയും വരെ KTU കോർഡിനേറ്ററെയും HODയെയും മാറ്റി നിർത്താനും തീരുമാനമായി. മിച്ചി മാർപ്പുവിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് 3 ദിവസമായി വിദ്യാർത്ഥികൾ നടത്തിവന്ന സമരമാണ് മാനേജ്മെന്റുമായുള്ള ചർച്ചയ്ക്കൊടുവിൽ അവസാനിപ്പിച്ചത്. മിച്ചിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം, ആഭ്യന്തര അന്വേഷണം നടത്തണം, അന്വേഷണം കഴിയും വരെ കുറ്റക്കാരായവരെ മാറ്റി നിർത്തണം, സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കരുത് തുടങ്ങി വിദ്യാർത്ഥികൾ ഉന്നയിച്ച ഭൂരിഭാഗം ആവശ്യങ്ങളും മാനേജ്മെന്റ് അംഗീകരിച്ചു. പ്രിൻസിപ്പലിനെ മാറ്റി നിർത്താനാകില്ലെന്നും അന്വേഷണത്തിൽ ഇടപെടരുത് എന്ന നിർദ്ദേശം നൽകുമെന്നും മാനേജ്മെന്റ് വിദ്യാർത്ഥികളെ അറിയിച്ചു. ഇപ്പോൾ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മാനേജ്മെന്റും കോളേജും പൂർണ്ണമായി സഹകരിക്കുന്നതായിരിക്കും. കോളേജിൽ ഇന്റേണൽ ഗ്രീവൻസ് കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഗ്രീവൻസ് കമ്മിറ്റി എല്ലാം പരിഗണിക്കുകയും വേണ്ട നടപടി എടുക്കുകയും ചെയ്യും. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. ഇതിൽ കുറ്റക്കാരൻ ആരെങ്കിലും കണ്ടെത്തിയാൽ അവർക്കെതിരെ യുക്തമായ നടപടികൾ സ്വീകരിക്കും. വിദ്യാർത്ഥി പ്രതിനിധികൾ ഉൾപ്പെട്ട കമ്മിറ്റി അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. തീരുമാനങ്ങളിൽ നിന്ന് മാനേജ്മെന്റ് പിന്നോട്ട് പോയാൽ ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്ന് SFIയും KSUവും അറിയിച്ചു. വിദ്യാർത്ഥികളുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾക്ക് മുൻപിൽ ഏത് അധികാരികൾ നിന്ന് കഴിഞ്ഞാലും ഏത് മാനേജ്മെന്റ് നിന്ന് കഴിഞ്ഞാലും അവിടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വിദ്യാർത്ഥികളുടെ ശബ്ദമായി നിൽക്കാൻ ഞങ്ങളെല്ലാം ഉണ്ടാകും. ഈ വെച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഇപ്പോൾ 2 കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളുടെ സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലാണ് ഇവിടുത്തെ മാനേജ്മെന്റ് ഉറപ്പ് തന്നിരിക്കുന്നത്. ആ പറഞ്ഞ വാക്കിൽ നിന്ന് ഇവിടുത്തെ കുട്ടികൾ കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ മാനേജ്മെന്റ് ഇവിടുത്തെ വിദ്യാർത്ഥി പ്രതിനിധികളോടും SFIയുടെയും KSUവിൻ്റെയും നേതാക്കന്മാരോടും നടത്തിയിരിക്കുന്ന ഈ ചർച്ചയിൽ ഉറപ്പ് തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരാവശ്യത്തിൽ നിന്ന് അന്യായമായി പിറകോട്ട് പോയാൽ അതിശക്തമായി തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ അതിനോട് പ്രതികരിക്കും. അതിശക്തമായി തന്നെ അതിൽ നിലപാട് സ്വീകരിക്കും. രാവിലെ സമരം ആരംഭിച്ച വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെ ഖരാവു ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് മാനേജ്മെന്റ് ചർച്ചയ്ക്ക് തയ്യാറായത്. ശനിയാഴ്ചയാണ് മിച്ചി മാർപ്പുവിനെ കോതമംഗലത്തെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ക്രെഡിറ്റ് മാർക്ക് കുറഞ്ഞതിനെ തുടർന്ന് മിർച്ചി ഇയർ ബാക്ക് ആയിരുന്നു. ഇതിലെ മനോവിഷമമാണ് മിച്ചി ജീവനൊടുക്കാൻ കാരണമായതെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. ന്യൂസ് മലയാളം, കൊച്ചി.